ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആക്കുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഒരിക്കലും അവർ നിങ്ങളുടെ ശത്രുക്കളായി ആക്ട് ചെയ്യുന്നവരായിരിക്കില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാനും ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ റീഡിങ്ങിലൂടെ നമ്മൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ പ്രസൻസ്, സാന്നിധ്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള എനർജിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിലെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരാളായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ പെട്ടതോ അല്ലെങ്കിൽ ക്ലോസ് കണക്ഷനിൽ പെട്ട ഒരു വ്യക്തിയോ ആയിരിക്കാം. ഒരിക്കലും അത് ഒരു അപരിചിതൻ അല്ല. നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുമിച്ച് പുറത്തൊക്കെ പോകാറുള്ള ഒരു വ്യക്തിയായിരിക്കാം, സന്തോഷങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്ത് ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി അത്ര കണ്ട് ആക്റ്റീവ് ഒന്നുമല്ല. ഒരു സൈലൻ്റായിട്ടുള്ള, മറ്റുള്ളവരെ നിരീക്ഷിക്കുന്ന, എന്താ പറയുക, ഉന്നം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി. അവരുടെ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അതിനൊന്നും ആൾക്ക് താല്പര്യമില്ല. ശാന്ത സ്വഭാവമുള്ള, മറ്റുള്ളവർക്ക് സ്പിരിച്വലാണ് എന്ന് തോന്നുന്ന ഇയാൾ മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാൻ പോയിട്ട് അവരെ ഒന്ന് നോക്കുക പോലും ഇല്ലെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ അവർ നിങ്ങളോട് ഇടപഴകുന്നതിലും കൂടുതൽ, സംസാരിക്കുന്നതിലും കൂടുതൽ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അവരുടെ നിശബ്ദത എന്ന് പറയുന്നത് അവർ സമാധാനത്തോടെ ഇരിക്കല്ല. അവർ സമയം നോക്കിയിരിക്കുകയാണ്, എപ്പോൾ അടിക്കണം എന്ന് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ സമയം കണക്ക് കൂട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും നിങ്ങൾ സംശയിക്കാത്ത വ്യക്തിയാണ് എന്ന് അവർക്ക് തന്നെ അറിയാമായിരിക്കും. പിന്നിൽ നിന്നാണ് ഈ വ്യക്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും മുതിർന്ന ഒരു വ്യക്തിയായിരിക്കും. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഓഫീസിലോ നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഉപദേശം തരുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് ഒരു ഭീഷണിയാവുന്നുണ്ടോ എന്നൊരു ഭയം അവർക്കുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യം, ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, സ്ഥിരത, അതിലൊക്കെ ഒരു നോട്ടമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ ഈ ഒരു വ്യക്തി വെറുക്കുന്നൊന്നുമില്ല, പക്ഷേ അവർ പോലും അറിയാതെ അവരുടെ എനർജി നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭാവിയുണ്ട് എന്നൊക്കെ തോന്നുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത്. ഒരു അസൂയയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവർക്ക് പേടി. ഒരു എനർജിയിൽ കാണുന്നത് ഈ വ്യക്തി നിങ്ങളോട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. പല കാര്യങ്ങൾക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇമോഷണലി നിങ്ങളുമായി ഒരു ബോണ്ട് ഈ ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷേ ഓവറായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആളെ പിടികിട്ടും. ഈ ഒരു വ്യക്തിയുമായി അത്രയും ക്ലോസ് ആയിരിക്കും. ഈ ഒരു വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും
ചെയ്യാൻ പറ്റില്ല ഈ ഒരു വ്യക്തി ഇല്ലാതെ എന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അമിതമായി ആശ്രയിക്കുന്നത്, ഓവർ ഇൻഡിപെൻഡൻസി ഇതിലൊരു പ്രധാന ഘടകമാണ്. ഒരേ സമയം നിങ്ങളെ അവരുടെ കൂടെ നിർത്തിയും അവരുടെ കൺട്രോളിൽ നിർത്തുകയും ചെയ്ത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വരെ മനസ്സിലാക്കി അതിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് വിഷമമുണ്ടാവുക, നിങ്ങൾക്ക് മാനസികമായി അസ്വസ്ഥതയുണ്ടാകുക, അത് പറഞ്ഞ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ശരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്താണോ അത് റിയാലിറ്റി ആയി ഉൾക്കൊള്ളാതെ അവർ എന്ത് പറഞ്ഞു തരുന്നു അത് ആ ഒരു റിയാലിറ്റി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു റിയാലിറ്റിയിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഈ ബന്ധം ഒരിക്കലും പ്യുവറായിട്ടുള്ള ബന്ധമൊന്നുമല്ല. കാരണം ഇതിൽ ഓവറായിട്ടുള്ള കൺട്രോളുണ്ട്, ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻ്റൊക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് കെയർ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ അതിൻ്റെ അടിയിൽ അവർക്കൊരു മുഖംമൂടി ഉണ്ടായിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. നിങ്ങളും ആ വ്യക്തിയുമായി ഒരു കണക്ഷനുണ്ട്, പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ നല്ലതിനായിരിക്കില്ല. മൂന്നാമത് ഒരാളെ അറിയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ അവരുടെ സർക്കിളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്ന് സ്വയം സമാധാനിക്കാനായിട്ട്. മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ ഒരു വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ഒരു കടപ്പാട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവർ കാര്യമായിട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം പൂർണ്ണമായി അവസാനിച്ചതിലുള്ള കാരണവും ഇവരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലായിരിക്കും ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം അവസാനിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ച ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഇവരെ കണ്ടുമുട്ടിയ ശേഷം പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ ആ പഴയ ആളല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പലപ്പോഴും ഇവരോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പല ആളുകളോടും ഒരു അകൽച്ചയുണ്ടായിരിക്കും. ഇമോഷണലി നിങ്ങൾക്ക് ഒരു ഭാരപ്പെട്ട മനസ്സുമായി നടക്കേണ്ട ഒരു അവസ്ഥ ഇവരെ കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അതിന് ശേഷം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ നിന്നും അവരുടെ ആ ഒരു വ്യക്തിയെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ പ്രഷർ തരുന്നുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ബോണ്ട് അവിടെയുണ്ട്. നിങ്ങൾക്ക് അവർ ചെയ്തു തന്നു എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പല അസ്വസ്ഥതയ്ക്കും കാരണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല എനർജികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അതുകാരണം നിങ്ങൾ പല രീതിയിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ബൗണ്ടറി വയ്ക്കാൻ പല രീതിയിലും നിങ്ങൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ മെൻ്റലി അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഓവർ അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വരെ നിങ്ങളെ തളർത്തിക്കളയും. നിങ്ങളിപ്പോൾ അതിജീവനത്തിനുള്ള അതിലേക്കുള്ള ഒരു സാഹചര്യത്തിലാണ്. നിങ്ങളുടെ എനർജി നിങ്ങൾ തന്നെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നോർമലി ഒരാൾ
നോ പറയുന്നിടത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും നോ പറയാൻ പറ്റില്ല. നോർമലി ഒരാൾ ഒരു കാര്യം എളുപ്പത്തിൽ നേടിയെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. അവരുടെ എനർജി നിങ്ങളെ ചുറ്റി നിൽക്കുന്നിടത്തോളം കാലം ഒരാൾ ഈസിയായി നേടുന്ന കാര്യം നിങ്ങൾ പല വഴി വളഞ്ഞായിരിക്കും നേടിയെടുക്കുക. ഈ എനർജി അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ്, ഓവർ തിങ്ക് ഒക്കെ തോന്നും. ചിലപ്പോൾ നിങ്ങൾ മടുത്തു എന്നും തോന്നും. അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇനി ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ബോണ്ട് വളരെ ഡീപ്പ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇമോഷണലി അഡിക്റ്റ് ആവും. അത് ഒട്ടും ആരോഗ്യപരമല്ലാത്ത, അതായത് അവരില്ലാതെ പറ്റില്ല എന്ന് തോന്നും നിങ്ങൾക്ക്. ഇമോഷണലി വളരെയധികം കൺഫ്യൂസ് ആവും. ഈ വ്യക്തിയില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക, വിട്ടുകളയാൻ പറ്റില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയല്ല എന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കും. പക്ഷേ അതിന് സാധിക്കില്ല. എന്താ പറയുക, ഈ ഒരു കണക്ഷൻ അവോയ്ഡ് ചെയ്താൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം ഇതാണ്. ഈ ഒരു കണക്ഷനിൽ നിന്ന് പിന്മാറാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് പിന്നിലോട്ട് വലിയ, അതിനുശേഷം നിങ്ങൾ എവിടെ എത്തണം, എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം കൺഫ്യൂസ്ഡ് ആവരുത്. മുന്നോട്ട് എങ്ങനെ പോവാമെന്ന് മാത്രം ചിന്തിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഉടനെ തന്നെ ഇവരുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, അതിര് വയ്ക്കുക. ഒരു ബന്ധത്തിന് കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ കുറയ്ക്കുക. കംപ്ലീറ്റ്ലി ഇവരെ ഒഴിവാക്കണമെന്നോ നാളെ മുതൽ ഇവരുമായിട്ടൊരു യാതൊരു ബന്ധവും പാടില്ലെന്നോ എന്നല്ല പറയുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽ കുറയ്ക്കുക. നിങ്ങളുടെ പ്ലാനുകൾ ആരോടും പറയാതിരിക്കുക. ഇമോഷണലി നിങ്ങൾ അവരുമായി ഓപ്പൺ ആവുന്നത് കുറയ്ക്കുക. നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുക. ശാരീരികമായും മാനസികമായും അകലം പാലിക്കുക അവരിൽ നിന്ന്. അതായത് ഇവരിൽ നിന്ന് നിങ്ങൾ ഒന്ന് പിടിവിടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒട്ടും പോസിറ്റീവ് ആയിരിക്കില്ല. ഇതൊക്കെയാണ് നീട്ടിയിരിക്കുന്ന കാറിൽ കാണുന്ന എനർജി. അപ്പോൾ സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായൊരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.